വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വർഷാവസാനം എല്ലാവരും പുതുവർഷാരംഭത്തെ ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന വേദന, മരവിപ്പ്, അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകാനാകാത്തതാണ്. എൻ്റെ സ്നേഹബഹുമാന്യനായ സഖാവ് ബ്രിട്ടോയുടെ ഭൗതിക സാന്നിധ്യമില്ലാതായിട്ട് ഇന്ന് 1826 ദിവസങ്ങൾ മാഞ്ഞുപോയിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ പലതും നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതും എന്നാൽ ചിലത് നിരാശജനകവുമായിരുന്നിരിക്കാം. ജാതിമതങ്ങൾക്കപ്പുറത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഹൃത്തടത്തിൽ നിറച്ചവർ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള യാത്രയിൽ ഗാന്ധി ശിഷ്യന്മാരെന്ന് അഹിംസയുടെ മുഖവും പേറി ഗാന്ധി ശിഷ്യരെന്ന് നടിച്ചു നടക്കുന്നവർ കത്തിക്ക് കുത്തി 85% ശരീരം തളർത്തിയിട്ടും തളരാത്ത മനസ്സുമായി ബ്രിട്ടോ തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും സാധാരണക്കാരുടെ മനസ്സിൽ ഇടം തേടിയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ബ്രിട്ടോയെയും നമ്മൾ ശുശ്രൂഷിച്ചത്. കണ്ണിലെ കൃഷ്ണമണി പോലെ ബ്രിട്ടോയെ ലാർസൻ പറഞ്ഞതുപോലെ സ്വന്തം സഹോദരനെ പോലെ, അത് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിത്യ വൃത്തികൾ ചെയ്തു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളും സാധാരണ ജനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ബ്രിട്ടോ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. ബ്രിട്ടോ ജനിച്ചു വളർന്നത് എറണാകുളം ജില്ലയിലെ ബോൾഗാട്ടി എന്ന സ്ഥലത്താണ്. ബോൾഗാട്ടിയിൽ ബ്രിട്ടോയുടെ അമ്മയുടെ വീട് ബോൾഗാട്ടിയിലായിരുന്നു ബ്രിട്ടോൻ്റെ ജനനം. അത് കഴിഞ്ഞ് ബാല്യകാലം മുഴുവൻ ചെലവഴിച്ചത് വടുതലയിലായിരുന്നു. ബ്രിട്ടോൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ളവർ ഇടതുപക്ഷ അനുഭാവികൾ ആയിരുന്നില്ല എങ്കിലും ഇടതുപക്ഷത്തെ തള്ളിപ്പറയാതെ എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് അനുഭാവമുള്ളവരായിരുന്നു. എന്നാൽ ബ്രിട്ടോൻ്റെ അച്ഛൻ ഫാക്ടറി തൊഴിലാളിയായിരുന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് അനുഭാവപൂർവ്വം മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു ബ്രിട്ടോൻ്റെ അച്ഛൻ്റേത്. അമ്മയെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത് ലോറൻസ് സഖാവിൻ്റെ ആത്മകഥയിൽ വന്നിട്ടുണ്ട്. കാരണം പണ്ട് ലോറൻസ് സഖാവിൻ്റെ വീടിന് തൊട്ടടുത്താണ് ബ്രിട്ടോയുടെ മമ്മിയുടെയും വീട്. അവർ കളിക്കൂട്ടുകാരായിരുന്നു. പണ്ട് ലോറൻസ് സഖാവോടെ പ്രസംഗിക്കാൻ പോകുമ്പോഴത്തേക്കും അമ്മയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞ കഥ ലോറൻസ് സഖാവിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു യാഥാസ്ഥിതിക വലതുപക്ഷ കുടുംബാംഗമായിരുന്നു ബ്രിട്ടോൻ്റെ അമ്മ. എന്നാൽ അച്ഛൻ തിരിച്ചുമായിരുന്നു. കുട്ടിയായിരുന്ന ബ്രിട്ടോ ഇതെല്ലാം കണ്ട് വളരുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ, ബ്രിട്ടോയ്ക്ക് തിരിച്ചറിയാത്ത പ്രായത്തിലാണ് അന്ന് വിമോചന സമരം നടക്കുന്നത്. വിമോചന സമരത്തിൽ വടുതല ലാർസന് വളരെ കൃത്യമായിട്ടറിയാം, ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളി അനുഭാവമുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അത് വടുതലയിലായിരിക്കും. വടുതലയിലുള്ള എല്ലാ വീടുകളിലും പള്ളിമണി കൊട്ടിയപ്പോൾ ആബാലവൃദ്ധം വിമോചന സമരത്തിൽ ഇറങ്ങിയപ്പോൾ ബ്രിട്ടോയുടെ വീട്ടിൽ നിന്നും ബ്രിട്ടോൻ്റെ ഫാദറും മദറും ഒഴികെ ബാക്കി എല്ലാവരും വിമോചന സമരത്തിൽ പങ്കെടുത്തവരാണെന്ന് അവസാനം വരെയും ബ്രിട്ടോൻ്റെ ഫാദർ പറയുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി വീട്ടിൽ രാഷ്ട്രീയ സംഭാഷണങ്ങൾ ഇല്ലാത്ത ഒരു കുടുംബത്തിൽ എങ്കിലും ബ്രിട്ടോ അവിടെ വരുത്തുന്ന പത്രം ദേശാഭിമാനിയായിരുന്നു. ദേശാഭിമാനി പത്രം വായിക്കുകയും അതിലുപരിയായിട്ട് കുഞ്ഞുനാളിൽ ബ്രിട്ടോയ്ക്ക് വലിയൊരു വായന, പാഠപുസ്തകത്തിലേറെ അതിനപ്പുറത്തേക്കൊരു വായന ബ്രിട്ടോയ്ക്കുണ്ടായിരുന്നു. ഈ വായനയിലൂടെയാണ് 12 വയസ്സുകാരനായ ബ്രിട്ടോ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ വായിച്ചിട്ട് അതിൽ ആകർഷണനായ ബ്രിട്ടോ മയ്യഴി
അന്വേഷിച്ച് മുകുന്ദനെ കാണുന്നതിനും അവിടെ അത് ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയൊരു നോവലാണ്. അപ്പോൾ ആ നോവലിലെ സായിപ്പിനെയും മറ്റ് കഥാപാത്രങ്ങളെയും കാണുന്നതിനും ആ പള്ളി കാണുന്നതിനും വേണ്ടിയിട്ട് ബ്രിട്ടോ നാട് വിട്ടു പോകുന്ന ഒരു രംഗമുണ്ട്. ആ നാട് വിട്ടു പോകുന്നതിനൊരു പ്രധാന കാരണം ബ്രിട്ടോയുടെ വീട് അച്ഛനും അമ്മയും അച്ഛൻ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു എങ്കിലും ബ്രിട്ടോൻ്റെ ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളും പള്ളി ഭക്തരും. ബ്രിട്ടോ ആദ്യത്തെ മകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പള്ളിയിൽ അച്ഛനാക്കാൻ നേർച്ച നേരുകയും അതിനുവേണ്ടി എല്ലാ പരിശീലനവും വേദോപദേശ ക്ലാസ്സുകളിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് വേദോപദേശ ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ ബ്രിട്ടോയ്ക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് കമ്മ്യൂണിസം എന്നറിയില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർ കുഴപ്പക്കാരാണെന്നും അവർ സമൂഹത്തെ നശിപ്പിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം, അവർ ദൈവവിശ്വാസികളല്ല എന്നും അവരെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം പള്ളിയിൽ കൃത്യമായി വേദോപദേശ ക്ലാസ്സിൽ നടത്തുമായിരുന്നു. ഈ സമയത്ത് കുട്ടിയായ ബ്രിട്ടോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്താണ് കമ്മ്യൂണിസം, ആദ്യത്തെ വാക്ക് വേദോപദേശ ക്ലാസ്സിൽ നിന്ന് കേട്ടപ്പോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. അപ്പോൾ തന്നെ പള്ളിയിലുള്ളവർ വളരെ നുണ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് നിങ്ങളുടെ വായിൽ വയ്ക്കുന്ന തിരുവോസ്തി നിങ്ങളുടെ പല്ലുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചവയ്ക്കുകയോ ചെയ്താൽ അത് യേശുവിൻ്റെ ശരീരമാണ്, അതിൽ നിന്ന് ചോര വരും. അതുപോലെ തന്നെ നിങ്ങൾ കുടിക്കുന്ന വീഞ്ഞ് അത് യേശുവിൻ്റെ രക്തമാണെന്നും അത് ബ്ലഡാണെന്നും, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെങ്ങും നാവിൽ രുചിക്കാതെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ നുണകൾ പറയുമ്പോൾ കുട്ടിയായ ബ്രിട്ടോ ഈ ഓസ്തി ആദ്യത്തെ ദിവസം ചെറുതായിട്ടൊന്ന് കടിച്ച് കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം അത് ചവച്ചു കുഴപ്പമില്ല. അപ്പോഴാണ് വലിയൊരു നുണ പൊളിയുന്നത്. ആ നുണ പൊളിയുന്നതോടൊപ്പം കമ്മ്യൂണിസം എന്നുള്ളൊരു വാക്കും തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി ബ്രിട്ടോ മറ്റ് പുസ്തകങ്ങൾ, കാരണം വീട്ടിൽ അന്ന് ഏറ്റവും നല്ല പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരാൾ, അതായത് അന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള കലാകൗമുദി, മലയാള നാട് തുടങ്ങിയ വാരികകൾ വാങ്ങി വായിക്കുന്നത് ബ്രിട്ടോൻ്റെ അമ്മാവനായിട്ടുള്ള ലൂയിസ് അങ്കിളായിരുന്നു. അപ്പോൾ ലൂയിസ് അങ്കിളിൻ്റെ അടുത്ത് പോയി ഈ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ ലൂയിസ് അങ്കിൾ വരുമ്പോൾ ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു വായന ചെറുപ്പത്തിലെ ബ്രിട്ടോൻ്റെ രക്തത്തിൽ കലർന്നത് കൊണ്ട് തന്നെ ബ്രിട്ടോ പള്ളിയിൽ അച്ഛനാകാൻ ഉള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിയുകയാണ്. പക്ഷേ ആ തീരുമാനം ഒരിക്കലും വീട്ടുകാരെ അറിയിക്കാതെ ഈ തീരുമാനം മനസ്സിലിട്ട് കുട്ടിയായിരുന്ന ബ്രിട്ടോ ഒരു ദുഃഖവ്യാഴാഴ്ച, ഈ പറഞ്ഞ പോലെ അവസാനത്തെ അത്താഴം, പള്ളിയിലെ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബ്രിട്ടോയെ പള്ളിയിലേക്ക് വിടാനായി 12 ശിഷ്യന്മാരിൽ ഒരാളാക്കി ബ്രിട്ടോയെ പള്ളിയിലേക്ക് വിടുകയാണ് വീട്ടിൽ നിന്ന്. അന്ന് പൈസയൊക്കെ കൊടുത്ത് ബ്രിട്ടോയെ വിട്ടപ്പോൾ ബ്രിട്ടോ ഈ പൈസയുമായിട്ട് ബ്രിട്ടോ വായിച്ച പുസ്തകം മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടോ വണ്ടി കയറി നേരെ മയ്യഴിയിലേക്ക് പോയി. അവിടെ ഏറെക്കുറെ അവിടെയൊക്കെ ചുറ്റിയടിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ബ്രിട്ടോ ഏറെക്കുറെ ഒരു 1.5 മാസം കഴിഞ്ഞാണ് നാട് വിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴേ ബ്രിട്ടോൻ്റെ സ്വഭാവത്തിലുള്ള ഈ വൈജാത്യം വീട്ടുകാരെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാഠ്യ പുസ്തകങ്ങളല്ലാതെ മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്നും ബ്രിട്ടോയെ കൃത്യമായി വിലക്കിയിരുന്നു മാത്രമല്ല, പുസ്തകങ്ങൾ ചുട്ടുകളയുക, കത്തിച്ച് കളയുക, അങ്ങനെ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ബ്രിട്ടോൻ്റെ അച്ഛനിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ബ്രിട്ടോ ഇതൊന്നും വകവയ്ക്കാതെ ഒരു 9-10 വയസ്സ് വരെ ബ്രിട്ടോ ഒറ്റ മകനായിട്ടാണ് വളർന്നത്. അതായത് ബ്രിട്ടോൻ്റെ തൊട്ടു താഴെയുള്ള 2 കുട്ടികൾ, 3 വയസ്സ് ഗ്യാപ്പിലുള്ള 2 കുട്ടികൾ മരിച്ചതുകൊണ്ട് ഒറ്റയ്ക്ക് 10 വയസ്സ് വരെ വളർന്നുകൊണ്ട് ആരും കൂട്ടുകാരില്ലാത്തതുകൊണ്ടും ബ്രിട്ടോ വായനയെ ശരണമാക്കി വായനയിലൂടെ വളർന്നു വരികയും അത് കഴിഞ്ഞ് പച്ചാളത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിൽ ബ്രിട്ടോ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്നാണ് ബ്രിട്ടോ KSYF കുറിച്ച് കേൾക്കുന്നത്. അതിക്ക് മുമ്പ് തന്നെ
പള്ളിക്കാർ ബ്രിട്ടോയെ വിളിച്ചുകൊണ്ട് കാത്തലിക് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടോയെയും കുറച്ച് മിടുക്കന്മാരായ കുട്ടികളെയും ചേർത്തിരുന്നു. ബ്രിട്ടോ കാത്തലിക് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ അനുഗ്രഹ ആശസ്സുകളും സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോഴാണ് ബ്രിട്ടോ വായനയിലൂടെ KSFനെ കുറിച്ച്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനെ കുറിച്ച് ബ്രിട്ടോ കേൾക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്നറിയുകയും ഈ പള്ളി സ്റ്റുഡൻസ് ഓർഗനൈസേഷനെ എതിർത്തുകൊണ്ട് പച്ചാള സ്കൂളിൽ KSYF ഉണ്ടാക്കുന്നു. KSYF ഉണ്ടാക്കുന്നതിലൂടെ ബ്രിട്ടോയെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടോയ്ക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നു. ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനുശേഷം പിന്നീടുള്ള കുറച്ച് കാലത്തെ മൗനത്തിന് ശേഷം വായനയും മൗനവുമായി നടന്ന് പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഡിഗ്രിക്ക് വരുമ്പോഴാണ് ബ്രിട്ടോ SFIയിൽ ശക്തമാണ്. അപ്പോൾ KSF SFI ആയി രൂപാന്തരം പ്രാപിച്ചു. ആ SFIയിൽ ബ്രിട്ടോ ശക്തമായി വരികയാണ്. എറണാകുളം സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിച്ച് ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ബ്രിട്ടോൻ്റെ രാഷ്ട്രീയ ധാര പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഇത് പറയുമ്പോൾ തന്നെ പല പള്ളിയിലച്ചന്മാരും ബാക്കിയുള്ള പള്ളി പ്രമുഖന്മാരെല്ലാം ബ്രിട്ടോയുടെ വീട്ടിൽ വരികയും വലിയ തോതിൽ അത് ഇന്നത്തെ ഒരു അവസ്ഥയല്ല അന്ന്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് കയറ്റുകയോ വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ് SFI പോലുള്ള പ്രസ്ഥാനം ഇത്രയും യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ, അതും ചുറ്റുപാടുകൾ കംപ്ലീറ്റ് പള്ളി കോൺഗ്രസ്സുകാരായിട്ടുള്ള യാഥാസ്ഥികർ നിറഞ്ഞ കുടുംബത്തിൽ നിന്നും ബ്രിട്ടോ SFIയിലേക്ക് വരുന്നത്. അങ്ങനെ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ 3 വർഷത്തെ ഡിഗ്രി പഠനത്തിൽ SFI സ്റ്റുഡൻറ്റ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ സ്റ്റുഡൻറ്റ് കൗൺസിൽ സെക്രട്ടറി അങ്ങനെ അതൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ശേഷമാണ് ബ്രിട്ടോ എറണാകുളത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് ബ്രിട്ടോ എത്തുന്നത്. എറണാകുളം SFI ജില്ലാ സെക്രട്ടറിയായി ബ്രിട്ടോ 2 ടൈം ആ ഭാരവാഹിത്വം വഹിച്ച് അന്ന് ക്യാമ്പസുകളിൽ SFIയുടെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം, അതായത് നിരന്തരമായ സമരത്തിലൂടെയും അവകാശ പോരാട്ടങ്ങളിലൂടെയും, നമുക്കറിയാവുന്നതാണ്, അവകാശ പോരാട്ടങ്ങളിലൂടെയുമാണ് ക്യാമ്പസുകളിൽ SFI രൂപീകരിക്കുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് അടിയന്തരാവസ്ഥയിലെ രക്തസാക്ഷിയായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ, SFIയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് ദേവപാലൻ കുട്ടികളുടെ കൺസെഷന് വേണ്ടിയിട്ടാണ് ബസ് തടഞ്ഞ് ബസ്സുകാരൻ ദേവപാലൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ദേഹത്തോടി ബസ്സിടിച്ച് തിരുവനന്തപുരത്ത് മരണപ്പെടുന്നത്. അതുപോലെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന് മരിച്ച SFI രക്തസാക്ഷി, അഷ്റഫ് തുടങ്ങി രക്തസാക്ഷികളുടെ പിന്മുറക്കാരായിട്ട് ബ്രിട്ടോയും അടിയന്തരാവസ്ഥയിൽ 24 മാസവും പ്രവർത്തിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന ആ സമയത്താണ് ബ്രിട്ടോയെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ സഖാവ് ലോറൻസിനെ പോലുള്ളവരും APയെ പോലുള്ളവരും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം അടിയന്തരാവസ്ഥയിൽ ഇവർ ജയിലിൽ കിടക്കുമ്പോൾ എറണാകുളത്തെ ചുവരുകളിലെല്ലാം ചുവരെഴുത്തുകൾ വ്യാപകമാകുന്നു. ഇതാരാണ് എഴുതിയതെന്ന് എതിരാളികൾക്കറിയില്ലെങ്കിലും പാർട്ടിയിലുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. വെളുത്ത് കൊല്ലുന്നതിനെയുള്ള ഒരു കൃശഗാത്രൻ ക്ലാസ് മുറി വിട്ടിറങ്ങി വന്ന് രാത്രി അന്ത്യയാമങ്ങളിൽ ചുവരെഴുത്ത് നടത്തുകയും പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ചെയ്യുന്ന അതിവിദഗ്ധമായും പോലീസിനെ എതിരാളികളെയും വെട്ടിച്ച് ഇത്രയും മനോഹരമായി അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ച ആ പ്രവർത്തന ശൈലി പാർട്ടി നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയാണ് ബ്രിട്ടോ ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് മുന്നിലേക്ക് വരുന്നത്. ഈ പ്രവർത്തനത്തിനിടയിൽ
പല പ്രാവശ്യം ബ്രിട്ടോ ഈ എറണാകുളം സിറ്റിയിൽ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് അനാശാസ്യ പ്രവർത്തനങ്ങൾ തൊട്ട് ഒരുപാട് പിന്നെ മനുഷ്യന്മാർ പല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പല വേഷങ്ങൾ കെട്ടുമ്പോഴും ബ്രിട്ടോ അവരെയൊക്കെ ശ്രദ്ധിക്കുകയും അവരെ അവരിൽ പലരെയും മാറ്റിയെടുത്തുകൊണ്ട് പലരെയും റീഹാബിലിറ്റേറ്റ് ചെയ്ത് ബ്രിട്ടോ അത് സിറ്റിയിലുള്ള ചുമട്ടുതൊഴിലാളികൾ എങ്ങനെയുണ്ടായി എന്നുള്ള ഒരു പിന്നെ ചരിത്രം തന്നെ പറയുമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ എല്ലാവരെയും കാര്യം പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യരും, ഒരു മനുഷ്യൻ അത് ആ പാഠത്തിൽ നിന്നാണ് ബ്രിട്ടോയൊക്കെ എന്നോടൊക്കെ പലപ്പോഴും പറയാറുള്ളത്, ഒരു മനുഷ്യൻ ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ അവരെ പൊതുസമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുമ്പോഴാണ്. ഒരു കള്ളൻ എപ്പോഴാണ് മോഷ്ടിക്കുന്നത്, അവൻ ആ സാധനം ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ സാധനം കൊണ്ട് അവന് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴാണ്. അപ്പോൾ അവർക്കത് ഇല്ലായ്മയിൽ നിന്നാണ് ഒരു കുറ്റകൃത്യം ജനിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ വ്യാപൃതരായവരെയൊക്കെ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് അതിശക്തമായൊരു ചുമട്ടുതൊഴിലാളി ട്രേഡ് യൂണിയനും കെട്ടിപ്പടുത്തുകൊണ്ടാണ് ഈ തൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക്, ശിഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ബ്രിട്ടോ കടന്നു വരുന്നു. ആരെയും കൂസാത്ത പ്രകൃതമായിരുന്നു ബ്രിട്ടോയ്ക്ക്. ഭയമെന്നുള്ളത് ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്ത് റിസ്ക്കും ഏറ്റെടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ബ്രിട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ആവേശവും, കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് ചെയ്യുകയും എന്ത് ഇഷ്യൂ വന്നാലും ബ്രിട്ടോ അതെല്ലാം വളരെ കൃത്യമായിട്ട് കുട്ടികളോട് പറയും. കാരണം കുട്ടികളെ തല്ലാൻ ബ്രിട്ടോ വിടില്ലായിരുന്നു. കാരണം ഓരോ ഇഷ്യൂസ് വന്നാലും ബ്രിട്ടോ വളരെ കൃത്യമായി കൺസീലിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ എന്നാൽ അടി കൊടുക്കേണ്ടുന്ന സ്ഥലത്തും അടി കൊടുത്തു തന്നെ, അതാണ് കൊണ്ടും കൊടുത്തും തന്നെയാണ് വളർന്നു വന്ന ഒരു സ്വഭാവമായിരുന്നു. പല സന്ദർഭത്തിലും പോലീസുകാർ ബ്രിട്ടോയെ വേട്ടയാടാൻ പുറകിൽ പോകുമ്പോൾ അവർക്കാർക്കും ബ്രിട്ടോൻ്റെ കൃത്യമായ വീട് എവിടെയാണെന്നോ അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്ന അഡ്രസ്സോ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്. വടുതലയിലുള്ള പല പള്ളി പ്രമുഖന്മാരും ബ്രിട്ടോൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ സ്വന്തം കുട്ടിയെപ്പോലെ അവർ കണക്കാക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പോലീസിനൊരു ഒറ്റുകൊടുക്കലും ബ്രിട്ടോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തും മറ്റ് സന്ദർഭങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് സുരക്ഷിതമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു നാടായിരുന്നു വടുതലയിൽ നിന്ന് പോയി വന്ന് ബ്രിട്ടോ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ പോലീസിനോ മറ്റ് അധികാരികൾക്കോ ബ്രിട്ടോൻ്റെ വീട് എവിടെയാണെന്ന് അറിയാതെ പലരും ഫോർട്ട് കൊച്ചിയിൽ തപ്പിപ്പോയി സമയം കളഞ്ഞ കാര്യം ബ്രിട്ടോ വളരെ ആസ്വദിച്ച് പറയുമായിരുന്നു പലപ്പോഴും. ഇത്തരത്തിൽ ബ്രിട്ടോ പ്രവർത്തനങ്ങൾ SFIയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1983 ഒക്ടോബർ 14 ബ്രിട്ടോൻ്റെ നട്ടെല്ലിനും ശ്വാസകോശത്തിനും ഹൃദയത്തിനും കരളിനും കുത്തേൽക്കുന്നത്. ബ്രിട്ടോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു അവധിക്കാലമായിരുന്നു. പൂജ ഹോളിഡേ തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടോ ലോഗോസ് എന്ന് പറയുന്ന കലൂരിലുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അന്ന് കുട്ടികൾക്ക് അവധി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവധി കൊടുത്ത് വീട്ടിൽ നിന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനാണ് സിറ്റിയിൽ വരുമ്പോൾ മഹാരാജാസ് കോളേജിലെ കുട്ടികളെ എതിരാളികൾ തല്ലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്ന വിവരം അറിയുന്നത്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ബ്രിട്ടോ ക്യാൻസർ റോഡിലുള്ള പാർട്ടി ഓഫീസിൽ എത്തിയ വിവരം അറിഞ്ഞ് കുട്ടികൾ ഓടി ബ്രിട്ടോൻ്റെ അടുത്തെത്തുകയാണ്. ആ കുട്ടികളുടെ ക്ഷണപ്രകാരമാണ് ബ്രിട്ടോ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ തലേ ദിവസം വിദ്യാർത്ഥി സംഘടനത്തിൽ ചെറിയ രീതിയിൽ പരിക്കേറ്റ
അന്നത്തെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായ ജിയോ മാത്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി അന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിരുന്നു. എന്നാൽ ഡിസ്ചാർജ് വാങ്ങി പോകാതെ അവിടെ സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി അവിടെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ബ്രിട്ടോ കടന്നു ചെല്ലുന്നതും ബ്രിട്ടോയോടൊപ്പമുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ മുതിരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ബ്രിട്ടോ അതിനെ ചെറുത്തു നിർത്തുകൊണ്ട് സ്വന്തം സഖാവിന് കുത്ത് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടോ ആ കുത്ത് ബ്രിട്ടോൻ്റെ ദേഹത്ത് കൊള്ളുകയും 4 പേർ ചേർന്ന് ബ്രിട്ടോയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിൽ ബ്രിട്ടോ വളരെ കൃത്യമായി പറഞ്ഞു, 2 പേര് 2 കൈകൾ ബ്രിട്ടോൻ്റെ 2 കൈകളിലായിട്ട് 2 പേർ പിടിക്കുകയും ഒരാൾ മുന്നിൽ നിന്ന് തലമുടി താഴോട്ട് പിടിച്ചിട്ട് നാലാമതൊരാൾ ആഞ്ഞാഞ്ഞ് 4 കുത്തി നട്ടെല്ല്, ഹൃദയം, ശ്വാസകോശം, കരൾ. എന്നിട്ട് ആ പക തീരാതെ പൊക്കിയെടുത്തെറിയുകയാണ്. ഈ എറിഞ്ഞിട്ട് ചെന്ന് വീഴുന്നത് മോഹനൻ, VK മോഹൻ, ഇന്നിപ്പോൾ ജസ്റ്റിസാണ്, VK മോഹൻ്റെ മുന്നിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ തന്നെ ബ്രിട്ടോ പറഞ്ഞു, മോഹന, എനിക്ക് കുത്തുകൊണ്ട് എന്നെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലാക്കണം എന്ന് പറഞ്ഞു. അന്ന് ജനറൽ ആശുപത്രിയിലെ നടയിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി ബ്രിട്ടോയെ അഡ്മിറ്റാക്കുകയും ജനറൽ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നെ നീണ്ട 48 ദിവസത്തെ ചികിത്സയായിരുന്നു. ആ ചികിത്സയിൽ ബ്രിട്ടോ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ 2-3 ഡോക്ടർമാർ വിധി എഴുതി, ഈ രോഗി ഒരിക്കലും രക്ഷപ്പെടില്ല, ഈ രോഗി മരിച്ചു പോകുമെന്ന് അവർ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ട് ബ്രിട്ടോയ്ക്ക് മനസ്സിലായി. ബ്രിട്ടോ പറഞ്ഞു, ഞാൻ മരിച്ചു പോകുകയും എനിക്ക് മരിക്കാൻ കഴിയില്ല. കാരണം എന്നെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് എതിരാളികൾ കുത്തി വ്രണപ്പെടുത്തിയെങ്കിൽ അവരുടെ ആ ഇച്ഛയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള മനഃശക്തിയോടു കൂടിയാണ് ബ്രിട്ടോ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ആ 48 ദിവസത്തെ സ്ട്രഗിളിന് ശേഷം ഒടുവിൽ ബ്രിട്ടോയ്ക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ ചക്രക്കസേരയിൽ ആഴ്ന്ന് പോകുന്ന ആ സംഭവത്തിലേക്ക് വഴിതിരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട ചികിത്സയായിരുന്നു. നീണ്ട ചികിത്സ എന്ന് പറയുമ്പോൾ ആ ചികിത്സാ സമയത്ത് പല സഖാക്കളും ബ്രിട്ടോനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് നിന്ന് ഒരു സമയം 10-12 സഖാക്കൾ ആളുകളുണ്ടെങ്കിൽ മാത്രമേ ചരിച്ച് കടത്താൻ പറ്റൂ. അത്രയ്ക്ക് തീക്ഷ്ണമായ അനുഭവം. പിന്നീടുള്ള ഓരോ ദിവസത്തെയും അനുഭവം എന്ന് പറഞ്ഞാൽ അത് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയുന്നതല്ല സഖാക്കളെ. ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും തളർന്നു പോവുകയാണ്. കാരണം ഇത് ഒരു മനുഷ്യൻ അനുഭവിച്ച വേദനയാണ്. ഈ വേദന പറയുമ്പോൾ എനിക്കങ്ങനെ സാധാരണ രീതിയിൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യൻ അനുഭവിച്ച വേദന, അത് കഴിഞ്ഞ് അനുഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗം വാക്കുകളിലൂടെ ഞാൻ അനുഭവവേദ്യമാകുമ്പോൾ മറ്റത് ഞാൻ തൊട്ടറിയുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും അനുസ്മരണ നടത്തുമ്പോൾ എനിക്ക് മുഴുമിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സന്ദേഹമില്ലാതില്ല. സഖാക്കളത് മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതിനുശേഷം നീണ്ട 10 വർഷത്തെ ഒരു വീടിനുള്ളിൽ മാത്രം ഇരുന്ന്, ഒരു ജനലഴിക്കുള്ളിൽ ഇരുന്ന് മാത്രം ലോകം കണ്ട ബ്രിട്ടോ, അതിനുശേഷം 83 ഒക്ടോബർ 14 കുത്തുകൊണ്ട് ജനലഴിക്കുള്ളിൽ നിന്നൊരു മാത്രം ലോകം കണ്ട ബ്രിട്ടോയെ 1993 ഒക്ടോബർ 15 ബ്രിട്ടോൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്.
ശേഷമുള്ള ജീവിതത്തിൽ ബ്രിട്ടോയ്ക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. ബ്രിട്ടോയും ഞാനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ പലർക്കും അത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആകാംക്ഷയുണ്ട്. പക്ഷേ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു പോയ അനുഭവങ്ങൾ പറഞ്ഞാൽ മനുഷ്യ ജന്മം പറഞ്ഞവർക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. പല കാര്യങ്ങളും ചില അതിൻ്റെ ഒരു ചെറിയ ഏടുകൾ ലാർസനെ പോലുള്ളവർക്കും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അതൊക്കെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പക്ഷേ ബ്രിട്ടോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമം നടത്തിയ കോൺഗ്രസ് ഗുണ്ടകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസ് വലതുപക്ഷ രാഷ്ട്രീയത്തിന് മുന്നിൽ തല കുനിക്കാതെ ബ്രിട്ടോ നീണ്ടു നിവർന്നു നിന്നു. ശരീരം തളർന്നു പോയെങ്കിലും ബ്രിട്ടോ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്: എൻ്റെ ശരീരത്തിൽ 15% ജീവൻ തിരിച്ചുണ്ട്, എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള ബ്രിട്ടോൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ചുറ്റുമുള്ള ഓരോരുത്തരും ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടോ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്: നമുക്കൊരടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പന്തിനെ പോലെ കുതിക്കണം, ആ അടിയിൽ നമ്മൾ താഴ്ന്നു പോകരുത്. ഒരാളെ നമ്മൾ അടിക്കുന്നത് നമ്മൾ താഴ്ന്നു പോകാനാണ്, ആ താഴ്ന്നു പോകരുത്, പന്ത് പോലെ കുതിക്കണം എന്ന് പറഞ്ഞ് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ബ്രിട്ടോ പിന്നീടുള്ള ഈ 25 വർഷം ഈ ഭൂമികയിൽ ജീവിച്ചത്. അത് നിസ്സാരമായിരുന്നില്ല ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. വിവാഹം കഴിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരും തൊഴിലില്ലാത്തവരാകുമ്പോൾ സാമ്പത്തിക ക്രൈസ് ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധി എല്ലായ്പ്പോഴും ഉണ്ടെങ്കിലും പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ നമ്മളെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിരുന്നില്ല. അതൊക്കെ മറികടന്ന് സാധാരണക്കാരൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവൻ്റെയും പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് ഒരു നേരമെങ്കിലും ചെറിയൊരു ആശ്വാസം പകരാനായിട്ട് പിന്നീടുള്ള ജീവിതം ബ്രിട്ടോ മാറ്റിമറിക്കുകയാണ് തൻ്റെ ജീവിതാനുഭവം. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇനി തൻ്റെ വിദ്യാഭ്യാസ കാലം കേരളത്തിൽ നിന്നും മാറ്റി ബീഹാറിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ബീഹാറിൽ LLB പഠിക്കാൻ പോയ സമയത്ത് ബീഹാറിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം JP മൂവ്മെൻറ്റ് തകർന്ന് ബീഹാറിൻ്റെ അനാഥത്വവും ബീഹാറിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ ബ്രിട്ടോ നേരിൽ കണ്ടുകൊണ്ട് ബ്രിട്ടോ എഴുതിയ ആദ്യത്തെ നോവലായിരുന്നു അഗ്രഗാമി എന്ന നോവൽ. ആ അഗ്രഗാമി എന്നുള്ള നോവലിൽ ബ്രിട്ടോൻ്റെ ജീവിത അംശം അതിൽ വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അഗ്രഗാമി തൊട്ട് പിന്നെ ഇങ്ങോട്ട് ബോംബെ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി മഹാരൗദ്രവും അതിൻ്റെ തുടർച്ചയെന്നോണം നകുലിൻ്റെ നോട്ട് പുസ്തകം, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ചന്ദ്രൻ്റെ മാളിക, അഭിമന്യു ബ്രിട്ടോൻ്റെ സ്ക്രൈബായിരുന്ന അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് ശേഷം അതിൻ്റെ മാനസികാവസ്ഥയിൽ മഹാരാജാസും ബ്രിട്ടോയും തമ്മിലുള്ള ബന്ധവും മഹാരാജാസും അഭിമന്യുവും തമ്മിലുള്ള ബന്ധവും കണക്ട് ചെയ്തുകൊണ്ട് മഹാരാജാസ് അഭിമന്യു എന്നുള്ളൊരു പുസ്തകവും അതിലുപരി ഒരു നാടകവും പിന്നെ ഇന്ത്യ ചരിത്രം ബ്രിട്ടോൻ്റെ ജീവിതത്തിലെ ബ്രിട്ടോ അരച്ച് കലക്കി 5-6 പ്രാവശ്യം വായിച്ചാണ് ഇന്ത്യ ചരിത്രത്തെ ഒരു കഥാപാത്രമാക്കിക്കൊണ്ട് മഞ്ഞു പെയ്യുന്ന ചരിത്രാംഗം എന്ന് പറയുന്ന ഒരു നോവലും പിന്നെ ഈ 15% ശരീരം വച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി നമ്മൾ നോക്കുന്ന ഒരു പുസ്തകമാണ് ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറിയിൽ ചെഗുവേരയ്ക്ക് കൈയും കാലും 2 കൈയും കാലും ഉണ്ട്. ഒരു മോട്ടോർ സൈക്കിളിലാണ് മൊത്തം അർജൻറ്റീനയും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ചുറ്റിക്കറങ്ങിയതെങ്കിൽ ബ്രിട്ടോ 15%
ശരീരത്തിൻ്റെ 15% മാത്രം വച്ചുകൊണ്ട് ഇന്ത്യയിലെ 22ഓളം സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് അവിടെയുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട് അവരിലൊരുവരായി റോഡിലും ശ്മശാനത്തും വഴിയരികിലും പുഴയരികിലും ഒക്കെ കിടന്ന് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കിടന്ന് എഴുതിയ ഒരു യാത്രാ വിവരണമുണ്ട്. അത് ഇന്നും പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ യാത്രാ വിവരണം എല്ലാം പൂർത്തിയായി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അത് പ്രസിദ്ധീകരിക്കാനായിട്ട് ഈ പറഞ്ഞ മാതിരി വേണ്ടുന്ന പ്രസാധകർ മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു അഭാവമുണ്ട്. അപ്പോൾ ആ പ്രസിദ്ധീകരിച്ചില്ല. ആ യാത്രാ വിവരണം എഴുതി ബ്രിട്ടോ 8ഓളം പുസ്തകങ്ങളും ഒരു നാടകവും എഴുതി ബ്രിട്ടോൻ്റെ ഇൻ്റലക്ച്വൽ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം. രാഷ്ട്രീയത്തെ പോലെ തന്നെ ബ്രിട്ടോ 10 വർഷം വീട്ടിൻ്റെ അകത്തിരുന്ന് വെറുതെ ഓരോ ദിവസവും പാഴിക്കളയുകയായിരുന്നില്ല. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിലും വിശാലമായും പരപ്പിലും വായിച്ചും എഴുതിയും എല്ലാ വിഷയങ്ങളും പഠിച്ചിരുന്നു. അതിൽ മെഡിക്കൽ സയൻസ് അടക്കമുള്ള കാർഷിക രംഗമടക്കമുള്ള വിദ്യാഭ്യാസ രംഗമടക്കമുള്ള സോഷ്യൽ സയൻസ് അടക്കമുള്ള മനഃശാസ്ത്രമടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ബ്രിട്ടോയ്ക്ക് പരപ്പിലുള്ള വായനയും ചില മാർക്സിസത്തിലുള്ള ആഴത്തിലുള്ള പഠനവും ആണ് ബ്രിട്ടോയെ ഇത്രയും കരുത്തനാക്കി. അതായത് എന്തു വന്നാലും ആകാശം ഇടിഞ്ഞ് ഇന്ന് ബ്രിട്ടോൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സന്തോഷ് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വരുന്നു ബ്രിട്ടോ എന്ന് പറഞ്ഞാൽ സാരല്ല സന്തോഷേ, അത് ഇടിഞ്ഞു വരട്ടെ, വന്നിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഒരു കുലുക്കവുമില്ലാതെ ഇരിക്കുന്ന വ്യക്തിത്വമാക്കി മാറ്റുന്നതിന് ബ്രിട്ടോയെ ഈ വായനയും അതുപോലെ തന്നെ ഈ തൻ്റെ ജീവിതത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതവും ആ ഒരു മനുഷ്യനെ പദം വരുത്തി എന്നുള്ളതാണ് അതിൻ്റെ. ഇത് പറയുമ്പോൾ തന്നെ ബ്രിട്ടോ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് 1996 കൂത്തുപറമ്പ് ഈ സംഭവത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് രക്തസാക്ഷിയായിട്ടുള്ള സഖാവ് പുഷ്പനൊരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ ബ്രിട്ടോ വളരെ കൃത്യമായിട്ട് അതിങ്ങനെ പറയുന്നുണ്ട്: പുഷ്പ, നമ്മൾ തമ്മിൽ വ്യക്തിപരമായി നമ്മൾ തമ്മിൽ പരിചയമില്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഹൃദയം കൊണ്ട് ഒന്നാണ്. വലിയൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. നമുക്ക് പരസ്പരം പരസഹായമില്ലാതെ നടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ എങ്കിലും നമ്മൾ സംവദിച്ചു കൊണ്ടേയിരിക്കും. നമ്മളുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ മഹാപ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നമ്മളുടെ അനുഭവം, ആ അനുഭവം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാൾക്കും ഉണ്ടാവില്ല. അതാണൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ. അതിൽ വളരെ കൃത്യമായി പറഞ്ഞു, എ കമ്മ്യൂണിസ്റ്റ് മെയ്ഡ് അപ്പോൺ അയൺ. ഉരുക്കുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അന്ന് പുഷ്പൻ എഴുതിയ കത്തിൽ, ഇന്നും പുഷ്പൻ ആ കത്ത് നിധി പോലെ സൂക്ഷിച്ചിട്ട് ആ കത്തിൽ വളരെ കൃത്യമായി ബ്രിട്ടോ പറയുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു ബ്രിട്ടോൻ്റെ ജീവിതത്തിലുടനീളം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ അവന് ഭീതിയോ പ്രീതിയോ പാടില്ല. അവൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുകയും അവൻ സ്വാർത്ഥമോഹി ആകാതിരിക്കുകയും ചെയ്യണം. അത് ഏറെക്കുറെ ബ്രിട്ടോൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ബ്രിട്ടോൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെൻ്ററി രംഗത്തും ബ്രിട്ടോ പ്രവർത്തിച്ചിരുന്നു. പാർലമെൻ്ററി രംഗത്ത്, അതായത് 2006 മുതൽ 2011 വരെയുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആംഗ്ലോ ഇന്ത്യൻ നോമിനിയായിട്ട് ബ്രിട്ടോയെ പാർട്ടി തീരുമാനിച്ചെങ്കിലും പലർക്കും സന്ദേഹമായിരുന്നു ബ്രിട്ടോ നിയമസഭയിൽ പോകുമെന്നുള്ള. പക്ഷേ ബ്രിട്ടോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിയമസഭയിൽ കൃത്യമായും അന്നത്തെ നിയമസഭാ രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ആബ്സെൻ്റ് പോലും ഇല്ലാതെ 100% അറ്റൻഡൻസോട് കൂടിയ ഒരു MLA ഒരുപക്ഷെ ബ്രിട്ടോ മാത്രമായിരിക്കും. MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ 0 അവറിലും ചോദ്യോത്തര വേളകളിലും സബ്മിഷൻ ഉന്നയിക്കുന്നതിലും, എന്തിനേറെ പറയുന്നു, ഒരു സ്വകാര്യ ബില്ലടക്കം അദ്ദേഹം
അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ പാർലമെൻ്ററി രംഗത്തുള്ള കഴിവും അവിടെ പ്രകടിപ്പിച്ചു. സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് ജാതിമതത്തിന് അപ്പുറം മനുഷ്യനായി ജീവിക്കുന്നവരെ മരിക്കുമ്പോൾ സംസ്കരിക്കാൻ ഒരിടം. ഇന്ന് കേരളത്തിൽ നിന്ന് ലോകത്തിൽ ഒരു സ്ഥലത്തും ജാതിമതത്തിന് അതീതമായി ജീവിക്കുന്ന ഒരാളെ സംസ്കരിക്കുന്നതിന് ഒരിടം ഇല്ലാതായിരിക്കുകയാണ്. പൊതുശ്മശാനത്തിൽ അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹിന്ദു മതാചാരപ്രകാരം അവർ കത്തിച്ചിട്ട് ചാരം തരിക, അങ്ങനത്തെ ഏർപ്പാടുകളൊക്കെയുണ്ട്. മറ്റ് പിന്നെ സെമറ്റിക് റിലീജിയൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട, പള്ളിയും ഖബറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടറിയാം. പക്ഷേ ജാതിക്കും മതത്തിന് അതീതമായി ജീവിക്കുന്ന ഒരാൾക്ക് അവരുടെ ഡെഡ് ബോഡി അടക്കാൻ ഒരിടമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടോ പറഞ്ഞത്, എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് പഠിക്കാനായി കൊടുത്താൽ മതി എന്ന് ബ്രിട്ടോ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിന് പഠിക്കാൻ കൊടുക്കുന്നതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം മെഡിക്കൽ കോളേജിൽ അതും പിന്നെ പല വിദ്യാർത്ഥികൾക്കും ഒരു നട്ടെല്ലിന് ക്ഷതമേറ്റ നാഡീവ്യൂഹങ്ങൾ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ വീണ്ടും പിന്നെ ആ നാഡീഞരമ്പുകൾ എങ്ങനെയാണ് വീണ്ടും റീഗെയിൻ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ റീഗെയിൻ ചെയ്ത് വരുമോ എന്നുള്ള പഠനവും മറ്റ് കാര്യങ്ങൾക്കും കൂടി വേണ്ടിയാണ് ബ്രിട്ടോ തൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അതിന് പ്രകാരം മെഡിക്കൽ കോളേജിനാണ് കൊടുത്തത്. മാത്രമല്ല ബ്രിട്ടോൻ്റെ ഓരോ കാര്യത്തിലും ബ്രിട്ടോ അന്യായമായ പ്രകൃതി സംരക്ഷകനും കൂടിയായിരുന്നു. കാരണം ബ്രിട്ടോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഊന്നിയ വികസനവാദിയായിരുന്നു. ഒന്നിനെ അമിതമായി ചൂഷണം ചെയ്യാതെ മനുഷ്യന് വേണ്ടി അവനവന് ഇന്നുള്ള അന്നത്തിന് വേണ്ടിയുള്ള മാത്രം എടുത്തിട്ട് ബാക്കി അവിടെ നിലനിർത്തണം. കാരണം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയായിരുന്നു ബ്രിട്ടോ പ്രകൃതിയെ കണ്ട. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടോ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ സൈക്കിൾ ടയറിൽ കുറച്ച് പൂവും വാരി ചുറ്റി എൻ്റെ നെഞ്ചിലേക്ക് വയ്ക്കരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അത് എന്നോട് സീനയ്ക്ക് എന്നോട് എന്നോട് 1% നീതി പുലർത്താനുണ്ടെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എന്നെ ഏറ്റെടുക്കാനായിട്ട് പള്ളിക്കാർ വരും. പിന്നെ എൻ്റെ ദേഹത്ത് ഓരോരുത്തരും റീത്തുകൾ കൊണ്ട് നിറയ്ക്കും. ആ റീത്തുകളോ അല്ലെങ്കിൽ എൻ്റെ ശരീരം പള്ളിക്കാർക്കോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുറേ അർത്ഥമില്ലാത്ത രീതിയിൽ പ്രാർത്ഥനകളോ ചൊല്ലിക്കാതിരിക്കാനുള്ള ഒരു സാഹസം മാത്രം സീന എൻ്റെ ജീവിതത്തിൽ എടുത്താൽ മാത്രം മതി, അത്രയും എടുക്കുമെങ്കിൽ ഞാൻ ധന്യമായി എന്ന് ജീവിച്ചിരിക്കെ തന്നെ ബ്രിട്ടോ പറയുമായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശക്തമായൊരു ക്രിസ്ത്യാനിറ്റിയോട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ പോരാടാനോ ഉള്ള ശക്തി എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതും ഞാൻ എല്ലാം ലാർസനിൽ പറഞ്ഞ ലാർസൻ ആ കുടുംബത്തെക്കുറിച്ചും അവിടെയുള്ള ചുറ്റുപാടുകളെക്കുറിച്ച് അത്ര നന്നായിട്ടാണ്, സാമൂഹ്യ അന്തരീക്ഷം അത്ര കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് പറയുന്നത്. അത്രയും ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയ ആയിട്ടുള്ള ആ സ്ഥലത്ത് ഒടുവിൽ ഒരുപാട് പഴി ഞാൻ കേൾക്കേണ്ടി വന്നു. അവസാനം ബ്രിട്ടോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ബ്രിട്ടോൻ്റെ ദേഹത്ത് ഒരു റീത്ത് വയ്ക്കുകയോ ബ്രിട്ടോയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ചൊല്ലുകയോ, എന്നാൽ ബ്രിട്ടോയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ബ്രിട്ടോൻ്റെ തൊട്ട് സീനിയറായിട്ട് കളിക്കൂട്ടുകാരനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയറായിട്ടുള്ള വരാപ്പുഴ അതിരൂപതയുടെ പിതാവ് ജോയി കളത്തിപ്പുരക്കൽ ബ്രിട്ടോനെ അവസാനമായി കാണാൻ ഞങ്ങളുടെ വീട്ടിൽ എത്തുകയും അദ്ദേഹം കണ്ട് മൗന പ്രാർത്ഥന, സാധാരണ ബിഷപ്പുമാരൊക്കെ ഒരു ക്രിസ്ത്യൻ മരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രാർത്ഥനയും കൊട്ടിപ്രാർത്ഥനയൊക്കെയാണ്. പക്ഷേ അദ്ദേഹം മൗന പ്രാർത്ഥന നടത്തി അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ഒരു കുരിശും വരച്ച് പോയതല്ലാണ്ട് ഒരു പ്രാർത്ഥന സംവിധാനവും അവിടെ ഉണ്ടാക്കിയില്ല. അതാണ് മതേതരത്വത്തിൻ്റെ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം വിശ്വാസിക്ക് വിശ്വസിക്കാനും അവിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതും പ്രകാരമാണ് ആ ബിഷപ്പ് അവിടെ വന്ന് അന്ന് ബ്രിട്ടോയെ അവസാനമായി കണ്ട് അന്ത്യചുംബനം നൽകി പോയത്. പുതിയ സാമൂഹ്യ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ബ്രിട്ടോയെ പോലെ ഇത്രയധികം ആശയപരമായിട്ടുള്ള ദൃഢതയും
അത്യന്തികമായിട്ടുള്ള മനുഷ്യസ്നേഹവും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതുമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിത്വങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ബ്രിട്ടോയെ പോലുള്ളവരെ സ്മരിക്കുന്നത്. ഈ സ്മരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരും കാലഘട്ടം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ തന്നെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മയിൽ തന്നെ ജാതിമത ത്തിനപ്പുറമായിട്ട് മനുഷ്യർ മാത്രമുള്ള ഒരു കൂട്ടായ്മയാണ്. പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് വിശ്വാസികളുണ്ടാവാം, അവിശ്വാസികളുണ്ടാവാം. പക്ഷേ രണ്ടുപേരും പരസ്പരം ജനാധിപത്യപരമായി ബഹുമാനിച്ചാണ് ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടു പോകുന്നത്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പരിതോവസ്ഥയിൽ എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും ബ്രിട്ടോയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം മതേതരത്വ ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് രാപകലെന്നില്ലാതെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിങ്ങൾ വിദേശത്തുള്ളവരുണ്ടാവും, ഒരുപാട് നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ നിങ്ങൾ വിദേശ രാജ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവും. അവരോടൊക്കെ പറഞ്ഞിട്ട് മതേതര ഇന്ത്യയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ മതേതരത്വത്തെ സംരക്ഷിച്ച് സെക്കുലറിസത്തെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താതെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിൾ പറയുന്ന പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ സോളംലി റിസോൾഡ് ഇന്ത്യ ഇൻറ്റു എ സെക്കുലർ കൺട്രി എന്നുള്ള ആ പ്രിയാമ്പിൾ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താതെ ഇന്ത്യയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ബ്രിട്ടോൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം പ്രതിജ്ഞ എടുക്കണം. ഈ പ്രതിജ്ഞ വെറുതെ ആവരുത്. കാരണം ഞാനിത് പറയുമ്പോൾ ആസന്നമായ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായി. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും BJP പോലുള്ള ഇന്ത്യ മഹാരാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം, ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കി രാമക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് പൂജയും മറ്റും നടന്നു കഴിയുമ്പോൾ തന്നെ ഇന്ത്യയിലുള്ള ഓരോ മറ്റ് മതക്കാരെ ഏത് തരത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അതിൻ്റെ പ്രകമ്പനങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കണ്ടു തുടങ്ങി. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ മുഴുവനായിട്ടും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ടുള്ള ബില്ലുകൾ പാസ്സാക്കിയതൊക്കെ നമ്മൾ കണ്ടു. അത്രയ്ക്ക് ജനാധിപത്യത്തിന് നേരിടുന്ന വെല്ലുവിളി അത്ര കണ്ട് നമ്മൾ തൊട്ടറിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടോയുടെ ഈ ഓർമ്മ പുതുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയും മതേതരത്വ ഇന്ത്യയും സെക്കുലർ ഇന്ത്യയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇന്ത്യയെ മതേതരത്വ ഇന്ത്യയായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ സകല സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.